ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? അപ്പം ചേച്ചി തന്നെ ഇൻ്റർവ്യൂ പറയുകയുണ്ടായി, എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത്? അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു, നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്തോടെ ചോദിക്കുന്നത്? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ, എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? അല്ലേ ചേച്ചി, അവസരത്തിന് വേണ്ടി അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി അല്ല, ഞാൻ ഒരു മിനിറ്റ് നിക്ക് ഒരു മിനിറ്റ് എന്നല്ല, ഇത്രയും ദേഷ്യപ്പെടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറയും, ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? ആണോ? എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ? അങ്ങനെയാണെങ്കിൽ അവസരങ്ങളില്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല. മനസ്സിലായോ? ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. ഞാനിവിടെ വന്നത് നീ കണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടല്ല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല. അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല, എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത്? എന്ത്? ഞാൻ ചോദിച്ചു, മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ്? നിങ്ങൾ ആളുതരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ, അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ വേണ്ടത്? മുട്ടിയിട്ട് തുറന്നിട്ടുണ്ടോന്ന്? ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര്. ഞാൻ അങ്ങനത്തെ ആളല്ല. എന്നാലും ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും പാട്ടിൽ എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ച ചോദ്യമാണ്, എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഞാൻ ചോദിച്ച ചോദ്യത്തിലാണോ തെറ്റ്? ഉറപ്പായിട്ടും. നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോ? അതെന്ത് ചോദ്യമാണ്? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോന്നല്ലേ? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്, എക്സ്ക്യൂസ് മീ, സ്ത്രീക്കാണല്ലോ മുട്ടലും തുറക്കപ്പെടലും ഒക്കെ. എന്നാലും പുരുഷന് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് പുരുഷൻ തുറന്നു കൊടുത്തതല്ലോ, പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തതല്ലേ? ഞാൻ ചോദിക്കുന്നത് അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് അജിനെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കാൻ തന്നെ കാരണം നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ അജിന്റെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് അജിൻ തന്നെ പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും. ആ അജിൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അജിൻ പറ. അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ടെന്ന്. എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ? അല്ല, ഞാൻ ചോദിക്കുന്ന, അപ്പൊ ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്. ഇല്ലേ? നമ്മൾ തമ്മിൽ മുൻ പരിചയമുള്ള ആൾക്കാരാണ്, നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു അലിഗേഷന്റെ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീ ആണോ? എന്റെ വീട്ടുകാർ സിനിമയിലില്ല. ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ? ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറയുന്ന അമ്മയോടല്ല, മനീഷ എന്ന ആക്ട്രസിനോടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അവിടെ വീട്ടിലിരിക്കുന്ന എന്റെ വീട്ടുകാരെ വിളിക്കേണ്ട ഒരാവശ്യമില്ലെന്ന്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇരിക്കുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, ഒരു അഭിനേത്രി മാത്രമല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞു അഭിനേത്രി ആയതുകൊണ്ടാണല്ലോ ഇവിടെ ഞാൻ കൊണ്ടിരുത്തിയത്. അല്ല, മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗായികയാവാലോ, അല്ലെങ്കിൽ ഞാൻ ഒരു പെയിന്റർ ആവാലോ, ഞാനൊരു എഴുത്തുകാരി ആവാലോ. അതോടൊപ്പം തന്നെ ഞാനൊരു സ്ത്രീയാണ്. ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബാധ്യതയാണ്.
അല്ലെ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തില തെറ്റ്. ചോദ്യത്തിൽ ഉറപ്പായിട്ട് തെറ്റാണ്. നിങ്ങൾ നോക്കി കണ്ടു ആൾക്കാർ ചോദിക്കും. ചോദ്യം മാറ്റാം. ഓക്കെ, എന്ത് ചോദ്യം മാറ്റാം? ഞാനൊന്നുമില്ല, കഴിഞ്ഞു, അവസാനിച്ചു, മതിയായി. ഒരുമാതിരി ഊളത്തരം ചോദ്യം ചോദിച്ചിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത്? അത് ഇത്ര പരിചയമുള്ള ഒരാള്. ഞാൻ നിന്റെ അടുത്ത് ഇത് പ്രതീക്ഷിച്ചില്ല അജിനെ, സത്യമായിട്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആൾക്കാരെ ബോധ്യപ്പെടുത്തിയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും തൽക്കാലം എനിക്കില്ല. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ എന്റെ കൺമുന്നിൽ നിന്ന് പരിചയമുള്ള ആൾക്കാർ ചോദിച്ചാൽ ചെപ്പക്കുറ്റി അടിച്ച് ഞാൻ പൊടിക്കും. ഞാൻ മനസ്സിലായോ? അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നെ അറിയാവുന്ന ആളല്ലേ നീ. ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്, ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്ത് ചോദിക്കാന്നുണ്ടോ? ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു, അമ്മയോ പെങ്ങളോ ഒന്ന് ചോദിച്ചപ്പോ അത് നിനക്ക് കൊണ്ടു ഇല്ലേ, അവരാരും സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നുള്ളൊരു മറ നീ വെച്ചു. എക്സ്ക്യൂസ് മീ, ഞങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിന്റെ അർത്ഥം എല്ലാവർക്കും മുട്ടിയാൽ തുറക്കപ്പെടും എന്നുള്ളതാണോ അതിന്റെ അർത്ഥം? ഇതാണ് ഏറ്റവും പ്രശ്നം. ഒരു കാര്യം ഞാൻ പറയാം, ഈ സിനിമയിൽ മാത്രമല്ല ഇത് നടക്കുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു, എന്റെ ചെറിയമ്മയ്ക്കുണ്ടായ അനുഭവം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. കുടുംബത്തിൽ നടക്കുന്നില്ലേ? അച്ഛന്മാരെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട് ഇവിടെ. ഇത്രയും ദേഷ്യപ്പെടാനായിട്ട് ഞാൻ ചോദ്യത്തിൽ എന്ത് തെറ്റാന്ന് ഞാൻ ചോദിക്കുന്നത്? ഉറപ്പായിട്ടും തെറ്റുണ്ട്. ആൾക്കാരെ നോക്കിയും കണ്ടും വേണം ചോദിക്കാൻ. മുട്ടിയിട്ട് തുറന്നു കൊടുത്തില്ലെന്ന് എന്ത് തുറന്നു കൊടുക്കും? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത് തൊഴിലുറപ്പിന് പോകുന്നൊരു ചേച്ചിയോട് ഈ ചോദ്യം ചോദിക്കണം. നിങ്ങളെ പോലെ ചേച്ചിയോട് ചോദിച്ചാൽ എന്താ അവർക്ക് അനുഭവം ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? ഹേമ കമ്മിറ്റി തൊഴിലുറപ്പുള്ള ചേച്ചിയെ പറ്റിയാണോ പറയുന്നത്? എക്സ്ക്യൂസ് മീ, സിനിമാക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളോ? സിനിമാക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു അനുഭവമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഇത്തരം പീഡനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സജിൻ എന്തോരം അനുഭവിച്ചിട്ടുണ്ടാവും ഇല്ലേ? മാധ്യമ പ്രവർത്തനത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? എത്രയോ മാധ്യമങ്ങളിൽ നിന്ന് പൊറുക്കാൻ പറ്റാത്ത എത്രയോ പെൺകുട്ടികളുണ്ട്. എത്രയോ പെൺകുട്ടികൾ കരഞ്ഞിറങ്ങി ജോലി വേണ്ടെന്ന് വെച്ച് വീട്ടിൽ പോയിട്ടുണ്ട് ഇല്ലേ? അത് ആൺകുട്ടികളും ഉണ്ട്, പെൺകുട്ടികളെന്ന് മാത്രം പറയല്ലോ. നിങ്ങളിപ്പോ ചോദിച്ചോണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ സ്ത്രീകളെ ലാക്കാക്കിയാണ്. ആണോ അല്ലയോ? മുട്ടിയാൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു പുരുഷനോട് നിങ്ങൾ ചോദിക്കുമോ? ഇത് നിങ്ങളൊരു സ്ത്രീയുടെ അടുത്തിൽ ചോദിക്കുള്ളൂ. പുരുഷനോട് ചോദിക്കുമെന്ന് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ചോദിച്ചു, ഞാനൊരു തൊഴിലുറപ്പിൽ പോണ ഒരു ചേച്ചിയോട് ചോദിക്കട്ടെ. അപ്പൊ സിനിമാക്കാരി ആയാൽ മുട്ടാൻ തുറക്കപ്പെടാനും നിൽക്കുന്നവരാണോ സിനിമാക്കാർ? ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പുള്ള ചേച്ചിമാർക്ക് വേണ്ടി ഉള്ളതല്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഇത്തരം സംഗതികൾ ഒരു സിനിമാ മേഖലയിൽ മാത്രമുള്ളതല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് തുടക്കത്തിലെ ഞാൻ പറഞ്ഞു. ഒരു കുടുംബത്തിലെ തുടങ്ങണം ഈ വക എന്താ പറയാ ഉന്മൂലനങ്ങൾ. മനസ്സിലായോ? അപ്പൊ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലുണ്ട്, ആരോഗ്യ മേഖലയിലുണ്ട്, ഏത് മേഖലയിലെ പീഡനങ്ങളില്ല? ചേച്ചി എല്ലായിടത്തും ഉണ്ട്. ഞാൻ ചേച്ചിയോട് ഇത് ചോദിച്ചത് സ്ത്രീയെ മാത്രം ചേച്ചി പറയില്ലേ, പുരുഷനും ഇത് അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്നലെ എടുത്തൊരു ഇന്റർവ്യൂവിൽ പുരുഷനും ഇത് സംഭവിച്ചു. അതെ, മെഴുകണ്ട കൂടുതൽ. നീ ചോദിച്ചത് ഒരു സ്ത്രീയോടാണ് അല്ലെ, പുരുഷനായിട്ടല്ല. നീ എക്സ്ക്യൂസ് മീ, ഞാൻ ഇവിടെ ഒരു പുരുഷനാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം നീ ചോദിക്കോ? ഞാൻ ചോദിച്ചല്ലോ. ഇത് പുരുഷനും അനുഭവിക്കുന്നുണ്ടെന്നേ. പുരുഷൻ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു പുരുഷനാണ് ഈ സ്ഥാനത്ത് ഇരിക്കുന്നെങ്കിൽ നീ ഈ ചോദ്യം ഞാൻ ഇപ്പം ചോദിച്ച സ്ത്രീയോടല്ല, ആക്ട്രസ് മനീഷയോടാണ്. ആക്ട്രസ് മനീഷയായിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. മനീഷ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇവിടെ വന്നത്. ഞാൻ മാത്രമല്ല, മനീഷ എന്ന് പറഞ്ഞ, അതുകൊണ്ടാണ് നീ പാട്ട് പഠിപ്പിച്ചത്. ആക്ട്രസ് ആയിട്ടാണോ ഞാൻ പാട്ട് പാടിയത്? അല്ല, എനിക്ക് മുൻ പരിചയമുള്ള മനീഷ എന്ന് പറയുന്നത് ഞാൻ പാട്ട് പാടിയത് അല്ല, ഞാൻ ഒരു സിംഗർ ആയിട്ടാണ് പാട്ട് പാടിയത്. നീ തന്നെ പറഞ്ഞു ഒരു കംപ്ലീറ്റ് ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു കംപ്ലീറ്റ് മനുഷ്യനും കൂടിയാണ്. അതുകൂടി നീ പരിഗണിക്കണം. പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ള സ്ഥിതിക്ക് ആ ഒരു പരിഗണന തരേണ്ടത് നിങ്ങളുടെ മാന്യതയാണ്. ഉറപ്പായിട്ടും ഞാനത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഞാൻ ചോദിക്കുന്നത്, ഇനി കൂടുതൽ ചോദ്യങ്ങൾ അല്ലേ, നമ്മുടെ ഭാഗത്തുനിന്ന് ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് ചേച്ചി, ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിൽ താങ്ക് യു വെരി മച്ച്. എല്ലാത്തിനും നന്ദി. ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ വിധി എഴുതുമ്പോൾ കണ്ണടച്ച് വിധി എഴുതരുത്. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അതിനെ മാനിച്ചു വേണം നമ്മൾ എല്ലാവരും പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ. ഇപ്പൊ നിനക്ക് ഞാനൊരു ബഹുമാനം തരുന്നു, ആ ബഹുമാനം തിരിച്ചു. ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്റെ മക്കളാണെങ്കിലും എന്റെ കൂടെയുള്ളവരാണെങ്കിലും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതിപ്പോ ഏതൊരു, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഹഡിൽസും ചാടിക്കടന്ന് ഓരോ കടമ്പകളും ചാടിക്കടന്ന് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അനാവശ്യമായിട്ടുള്ള ഇത്തരം അലിഗേഷൻസിലേക്ക് ദയവ് ചെയ്ത് മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് പറയാണ് കൊണ്ടു ചെന്നിട്ടരുത്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. നീതി എല്ലാവർക്കും ലഭിക്കട്ടെ. താങ്ക് യു.